എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മരണമെന്ന വലിയ യാഥാർത്ഥ്യം അത് ഏറ്റവും ഉറപ്പുള്ള സത്യമാണ്. ജനിച്ചാൽ ഒരു ദിവസം നാം എല്ലാവരും മരിക്കുമെന്നുള്ളത് ആർക്കും മാറ്റാൻ കഴിയാത്ത നിയമമാണ്. ജനിച്ചാൽ മരിക്കണം. എന്നാൽ മരണത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഉറപ്പുള്ളതാണ് മരണം. എന്നാൽ അതെപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ മരണം മുൻകൂട്ടി നേരത്തെ നമുക്ക് ആ കൃത്യം ദിവസവും സമയവും വർഷമൊക്കെ അറിയാമെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അതൊരു മണ്ടൻ ചിന്തയാണ്. കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു ഇടപെടലാണ് മരണം എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയാത്തത്. എന്നാൽ പരിശുദ്ധ വചനത്തിലും തിരുസഭയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് ജീവിച്ച പല ആത്മാക്കൾക്കും തങ്ങളുടെ മരണം മനസ്സിലാക്കാനും അതെപ്പോൾ സംഭവിക്കുമെന്ന് കൃത്യമായി അവരെല്ലാം തിരിച്ചറിഞ്ഞിരുന്നു. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം വെറും നശ്വരമാണ്. നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ട്. ഇന്ന് അനേകർ ചോദിക്കുന്നുണ്ട്, എന്താണ് മരണം? മരണം എന്താണ്? മരണം ഈ ലോകം വിട്ട് നമ്മുടെ കർത്താവിലേക്കുള്ള യാത്രയാണ് മരണം. ഈ ശരീരമാകുന്ന മൺകൂടാരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് ദാതാവായ കർത്താവിലേക്ക് കടന്നു പോകുന്ന ഒരു യാത്ര, ജേർണി. ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മുടെ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ സഹോദരി സഹോദരങ്ങളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഉറ്റവരുടയവരോ ഈ ലോകത്തിൽ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ആരും നമ്മുടെ കൂടെ ഈ യാത്രയ്ക്കില്ല. ഞാനും നീയും ഒറ്റയ്ക്കാണ് ഈ യാത്ര നടത്തേണ്ടത്. എന്നാൽ അത് കർത്താവിലേക്കുള്ള യാത്രയാണ്. കർത്താവിലേക്കുള്ള യാത്രയായി നമ്മുടെ മരണം മാറണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ജീവിതമാകണം. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്കേ ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുമ്പോൾ ദാതാവായ കർത്താവിലേക്ക് ഈ ആത്മാവ് പോകുന്നത്. മരണം എല്ലാറ്റിൻ്റെയും അവസാനമല്ല സഹോദരങ്ങളെ. ഇത് അനേകരങ്ങനെ ധരിക്കും. മരണത്തോടു കൂടി എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അത് വെറും മിഥ്യയായ സങ്കല്പമാണ്. മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നില്ല. മരണം നിത്യതയിലേക്കുള്ള ഒരു കവാടം മാത്രമാണ്, ഒരു പ്രവേശന കവാടം. ഈ ശുശ്രൂഷയുടെ പേര് തന്നെ പ്രത്യാശയുടെ കവാടം എന്നാണ്. നിത്യജീവനിലേക്കുള്ള ഒരു കവാടം മാത്രമാണ് ഈ ലോകത്തിൽ നമ്മുടെ മരണം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ വീക്ഷണത്തിൽ നാം മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അതെത്രയോ ശ്രേഷ്ഠമേറിയ അനുഭവമാണ് സഹോദരങ്ങളെ. പരിശുദ്ധ സഭയിൽ വലിയൊരു വിശുദ്ധനായ ജോൺ ഹെൻറി ന്യൂമാൻ. അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മഹത്വവും പ്രബോധനങ്ങളും ആഴത്തിൽ പഠിച്ച് ധ്യാനിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി, കത്തോലിക്ക സഭ കർത്താവിൻ്റെ പരിശുദ്ധ സഭയാണ്. അദ്ദേഹം സഭയിലേക്ക് വന്നു, കാർഡിനലായി. സഭയിലെ വലിയൊരു വിശുദ്ധനാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനാപൂർവ്വം ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ജീവിതത്തിന് അവസാനമുണ്ടെന്നോർത്ത് ഒരിക്കലും നാം ഭയപ്പെടരുത്. എന്നാൽ ജീവിതത്തിന് ഇനി ഒരു ആരംഭമില്ലെന്നോർത്ത് നാം ഭയപ്പെടണം. എത്ര അർത്ഥവത്തായ വാക്കാണ് അദ്ദേഹം പറയുന്നത്. ജീവിതത്തിന് ഒരു അവസാനമുണ്ടെന്നോർത്ത് നമ്മൾ ആരും ഭയപ്പെടേണ്ട.
ഈ ലോകത്തിൽ നമ്മുടെ മരണം ഒരു എല്ലാറ്റിന്റെ അവസാനമല്ല, ആരംഭമാണ്. അത് നിത്യജീവനിലേക്കുള്ള ജനനമാണ്. അത് നിത്യതയുടെ കവാടം മാത്രമാണ്. അദ്ദേഹം പറയാ, ഇനി നമുക്കൊരു ജീവിതത്തിന്റെ ആരംഭമില്ലെന്നോർത്ത്, ഇനി നമുക്കൊരു ആരംഭമില്ല, ഒരു ആരംഭം നമുക്കില്ല എന്നോർത്ത് നാം ഭയപ്പെടുക. ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ മാനുഷികമായൊരു ഭയമല്ല. ഇപ്പൊ പട്ടിയെ കാണുന്നു, പൂച്ചയെ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ പല ചെറിയ ജീവികളെ, പാമ്പിനെ കാണുന്നു, അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഭയമുണ്ട്. ആ ഭയമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ദൈവഭയമാണ്, ആ ഭയഭക്തി, ആദരവ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവരാകണം. നമ്മുടെ പ്രത്യാശ കർത്താവായ യേശുവാകണം. നാം സ്തുതി ആരാധനയുടെ സമയത്ത് നമ്മൾ പാടി പ്രാർത്ഥിച്ചു. എന്താ പാടിയത്? ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും, ക്രിസ്തുവിൻ വഴിയെ പോയ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, അടികെ മറ്റൊരു യാത്ര തുടങ്ങും. എങ്ങോട്ടുള്ള യാത്ര? കർത്താവിലേക്കുള്ള യാത്ര. അത് കർത്താവിലേക്കുള്ള യാത്രയായി മാറണമെങ്കിൽ പാട്ടുകാരൻ പറയുകയാണ്, ക്രിസ്തുവിൻ വഴിയെ പോയ തൻ വീട്ടിൽ നാം എത്തും. കർത്താവിന്റെ വഴിയിൽ നമ്മൾ ജീവിക്കണം. കർത്താവിന്റെ പരിശുദ്ധ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതമാണോ ഈ ലോകത്തിൽ എന്റേതും നിന്റേതും എന്ന് നീ പരിശോധിക്കണം. ഈ ജീവിതത്തിന് അടിസ്ഥാനത്തിന്മേലാണ് നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത്. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ പറയുന്നതാണ്, ഇനി നിനക്ക് ജീവിതത്തിൽ ഒരു ആരംഭമില്ല. ഇനി നമുക്കിവിടെ ജനിച്ച് നമുക്ക് ഒരു പുതിയൊരു ജീവിതം നയിക്കാൻ പറ്റുകയില്ല. ഒരൊറ്റ ജീവിതം നമുക്കുള്ള ഈ ലോകത്തിൽ. ഇനിയൊരു ആരംഭം ഇല്ല എന്നോർത്ത് നീ ജാഗ്രതയോടെ ജീവിക്കണം. ഈ ലോക ജീവിതത്തിൽ നീ സൂക്ഷ്മതയുള്ളവനാകണം. 90-ാം സങ്കീർത്തനം 12-ാം വചനത്തിൽ നമ്മൾ പഠിച്ച സത്യം അതാണ്. കർത്താവേ, ഈ ലോകത്തിൽ എൻ്റെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ ഹൃദയം ജ്ഞാനപൂർണമാക്കണമേ. എന്താണ് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്ന സത്യം? ജാഗ്രതയോടെ ഈ ലോകത്തിൽ ജീവിക്കുക. ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മരണം എല്ലാറ്റിൻ്റെയും അവസാനമല്ല. മരണം നിത്യജീവനിലേക്കുള്ള പ്രത്യാശയുടെ കവാടം മാത്രമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഹെബ്രായ പുസ്തകം 9-ാം അധ്യായം 27-ാം വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം മനുഷ്യനെ കൽപ്പിച്ച് നിയമിച്ചിരിക്കുന്ന 2 നിയമനങ്ങളുണ്ട്. എന്താ വചനം പറയുന്നത്? മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. മരണം, അതിനുശേഷം വിധി. ഇതാർക്കും മാറ്റാൻ പറ്റില്ല. ഒരു കോടതിക്കും ഈ ദൈവീക നിയമനത്തെ മാറ്റുവാൻ സാധിക്കില്ല. ഒരു ഗവൺമെന്റിന് മാറ്റാൻ പറ്റില്ല. ഈ ലോകത്തിലെ ഒരു ടെക്നോളജിക്കും മെഡിക്കൽ സയൻസിനും എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിൽ പോലും ആർക്കും ഈ ദൈവിക നിയമനത്തെ മാറ്റുവാൻ, ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. പരിശുദ്ധ വചനം പഠിപ്പിക്കുക, ജനിച്ചാൽ ഒരു പ്രാവശ്യം മരിക്കണം. രാമേൻ പറഞ്ഞേ, എത്ര സത്യമാണ് കർത്താവിന്റെ വചനം. ജനിച്ചാൽ നാം മരിക്കണം. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 41-ാം അധ്യായം 3-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. 41:3 പറയാണ്, മനുഷ്യവർഗത്തോടുള്ള കർത്താവിന്റെ തീർപ്പാണ് മരണമെന്നുള്ള യാഥാർത്ഥ്യം. മനുഷ്യവർഗത്തോട് ദൈവത്തിന്റെ തീർപ്പാണ് മരണം. അത് സുനിശ്ചിതമായൊരു കാര്യമാണ്, മാറ്റമില്ലാത്ത കാര്യം, ഉറപ്പുള്ളൊരു കാര്യമാണ് മരണം എന്നുള്ളത്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കാർക്കും അത് മാറ്റാൻ പറ്റില്ല. ഒരു ദിവസം നമുക്കെല്ലാം മരണമുണ്ടെന്ന് പരിശുദ്ധ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സഭാപ്രസംഗിന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വചനത്തിൽ
സത്യവചനം പഠിപ്പിക്കുന്നു, മേൽത്തരം പരിമള തൈലത്തേക്കാൾ സൽപ്പേരും ജന്മദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ്. ജന്മദിനത്തേക്കാൾ മരണദിനം ഉത്തമമാണ്. എന്റെയും നിന്റെയും മരണദിനം ഉത്തമമായി ശ്രേഷ്ഠമായി മാറണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്തിൽ നാം കർത്താവിനോട് കൂടെ ജീവിക്കണം. ഈ വിശ്വാസയാത്ര കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള വിശ്വാസയാത്രയായിരിക്കണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ കർത്താവിനെ കണ്ടുകൊണ്ട് വേണം ഈ ലോകത്തിൽ നീ ജീവിക്കുവാൻ. നീ ജീവിക്കുവാൻ ദൈവത്തിന്റെ ജീവനുള്ള വചനമാണിത്. ഇപ്രകാരം ജീവിക്കുന്നവർക്കാണ് ജന്മദിനത്തേക്കാൾ മരണദിനം ഉത്തമമായി ശ്രേഷ്ഠമായി മാറുന്നത്. വീണ്ടും സഭാപ്രസംഗന്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, കാരണം ജീവിക്കുന്നവർക്കറിയാം തങ്ങൾ മരിക്കുമെന്ന്. മരിച്ചവരാകട്ടെ ഒന്നും അറിയുന്നില്ല. ജീവിക്കുന്നവർക്കറിയാം തങ്ങൾ മരിക്കുമെന്ന്. ഇത് വലിയൊരു സത്യമാണ്. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത്, ഈ വലിയ യാഥാർത്ഥ്യത്തെ പിശാച് മറച്ചു വെച്ചിരിക്കുക. ഈ ലോകത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളും വർണ്ണങ്ങളും ഇമ്പങ്ങളും കണ്ട് നമ്മൾ ആകൃഷ്ടരായി നമ്മുടെ മനസ്സുകളെ പിശാച് അന്ധമാക്കിയിരിക്കുന്നു. നമുക്കൊരു ദിവസം മരണമുണ്ട്. ഈ ലോകത്തിന്റെ സകല നൈമിഷികമായ സൗഭാഗ്യങ്ങളും വിട്ടുകളഞ്ഞ് എനിക്ക് നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്നുള്ള ആ വലിയ സത്യം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഈ ലോകം വിട്ടുപോയാൽ മാത്രമാണ് നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ ലോകം നാം വിട്ടുപോകണം. ഇവിടെ നിന്നുകൊണ്ട് സ്വർഗം നേടാമെന്ന് നമ്മൾ ആരും ധരിക്കരുത്. ഇത് വെറും നശ്വരമായൊരു ജീവിതമാണ്. നമുക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ പോകണം. ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വർഗം സ്വന്തമാക്കി സ്വർഗോന്മുഖമായി നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യ സൗഭാഗ്യം, ആ സ്വർഗ സൗഭാഗ്യം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണമെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കർത്താവിന്റെ അരികിലേക്ക് യാത്ര ചെയ്യണം. സഹോദരങ്ങളെ, എത്ര വലിയ പ്രത്യാശയാണിത്! ഇത് തിരിച്ചറിഞ്ഞു വേണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കാൻ. പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊളോസസ്കാർക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 6-ാം വചനത്തിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. എന്താ പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ ജീവിക്കുവിൻ, ക്രിസ്തുവിൽ ജീവിക്കുവിൻ. എന്റെ സഹോദരങ്ങളെ, കർത്താവിലുള്ള ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ലോകപ്രകാരം ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും നിറങ്ങളിലും സുഖലോലുപതകളിലും ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ ലോകത്തിൻ്റെ ദുഷിപ്പുകളിലുമാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിനെ മുറുകെ പിടിച്ച് നാം ക്രിസ്തുവിലാണോ ജീവിക്കുന്നത്? ഈ ചോദ്യം നിന്നോടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. കർത്താവിന്റെ സത്യവചനത്തിന്റെ മുൻപിൽ ആത്മാർത്ഥമായി എൻ്റെ സഹോദര സഹോദരി, ഞാനും നീയും പരിശോധിക്കണം. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിലാണോ? യെസ്, ക്രിസ്തുവിലാണോ? ക്രിസ്തുവിലാണെങ്കിൽ മരണത്തെ നമ്മൾ ഭയപ്പെടേണ്ട, മരണത്തെ ഭയപ്പെടേണ്ട, മരണത്തെ ഭയപ്പെടേണ്ട, മരണത്തെ ഭയപ്പെടേണ്ട. സഭയിലെ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധയായ മാർഗരറ്റ് മേരി അലക്കോക്ക്. കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ ഒത്തിരി കർത്താവ് കൊടുത്ത ഒരു വലിയ ശുദ്ധാത്മാവാണ് വിശുദ്ധയായ മേരി അലക്കോക്ക്. എന്താണ് മേരി അലക്കോക്ക്? തൻ്റെ മരണസമയം മനസ്സിലാക്കി മേരി അലക്കോക്ക് പറഞ്ഞു, സഹിക്കാൻ ഇനി എനിക്ക് ഒന്നും ബാക്കിയില്ല, എനിക്ക് ദൈവത്തെ മാത്രം മതി.
ഈശോയുടെ ഹൃദയത്തിൽ ഞാൻ വസിക്കട്ടെ, ഞാൻ എൻ്റെ കർത്താവിൽ വസിക്കട്ടെ. കർത്താവിനോട് ചേർന്നുള്ള ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ ഫുൾനെസ്സിലേക്ക് അവൾ വരികയാണ്. മരണം ദൈവത്തെ സ്വന്തമാക്കി ഈശോയുടെ ഹൃദയത്തിൽ വസിക്കാനുള്ള യാത്രയാണെന്ന് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് മരണം? കർത്താവിനെ സ്വന്തമാക്കി നിത്യമായി നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിൽ വസിക്കുവാനുള്ള യാത്രയാണ് മരണം. മരണം എത്ര ശ്രേഷ്ഠമായ ചിന്തയ വീക്ഷണമാണ് മരണത്തെക്കുറിച്ച് വിശുദ്ധാത്മാക്കൾക്കുണ്ടായിരുന്നത്. എന്താ കാരണം? അവരുടെ ജീവിതം ക്രിസ്തുവിലായിരുന്നു. അവർ കർത്താവിനോട് ചേർന്ന് ജീവിച്ചു. അവന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ സ്വന്തം ഹൃദയത്തിന്റെ തുടിപ്പുകളായി അവർ ഏറ്റുവാങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ നീയും ഞാനും ജീവിക്കരുത്. പരിശുദ്ധ സഭ പഠിപ്പിക്കുകയാണ്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, മരണത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ വീക്ഷണം എന്താണ്? എന്താ സഭ പറയുന്നത്? 1681 ഖണ്ഡികയിൽ സഭ പറയുന്നു. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. പരിശുദ്ധ സഭ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ഏക പ്രതീക്ഷ പാത്രമായ ക്രിസ്തുവിൻ്റെ മരണവും ഉദ്ധാനവുമാകുന്ന പെസഹ രഹസ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് മരണത്തിൻ്റെ ക്രൈസ്തവമായ അർത്ഥം വെളിപ്പെടുന്നത്. യേശുക്രിസ്തുവിൽ മരിക്കുന്ന ക്രിസ്ത്യാനി ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആകുന്നു. എൻ്റെ സഹോദരങ്ങളെ, തിരുസഭയുടെ പ്രബോധനമാണ് മരണത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ കേട്ടത്. ക്രൈസ്തവരായ ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിൻ്റെ സന്നിധിയിലാവുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. എത്ര മനോഹരമായ വീക്ഷണമാണ് മരണത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ വീക്ഷണം എന്ന് പറയുന്നത്. അത് വെറുമൊരു വേർപെടൽ മാത്രമല്ല. ഈ ലോകത്തിലെല്ലാം അവസാനിച്ചുവെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധ സഭയും കർത്താവിൻ്റെ സത്യവചനവും സഭാപിതാക്കന്മാരും തിരുസഭയുടെ വിശുദ്ധാത്മാക്കളെല്ലാം ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു യാത്രയാണ്. സഹോദരങ്ങൾ, എത്ര മനോഹരമായ വീക്ഷണമാണിത്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ നമ്മുടെ അൽഫോൻസാമ്മ, കേരള സഭയുടെ അഭിമാനമാണ് വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ മരണസമയത്ത് തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് എന്താണ് തൻ്റെ പ്രിയപ്പെട്ടവരോട് അമ്മ പറഞ്ഞത്? പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ എന്ന പോലെ കർത്താവ് എന്നെ റാഞ്ചി കൊണ്ടുപോകും. മരണവേളയിൽ അൽഫോൻസാമ്മ പറഞ്ഞു, എൻ്റെ ഉടുപ്പ് എടുത്ത് എന്നെ ഇടിയിക്കുവിൻ, ഞാൻ പോകട്ടെ. കർത്താവിലേക്കുള്ള യാത്രയാണ് മരണം. എത്ര അത്ഭുതകരമായ വാക്കുകളാണ്! പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുപോവുകയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. ശ്രേഷ്ഠമായ മനോഹരമായ ഉടുപ്പിനെ എന്നെ അണിയിപ്പിക്കുക. ഞാൻ കർത്താവിൻ്റെ അരികിലേക്ക് പോകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണ് മരണമെന്ന് വിശുദ്ധ അൽഫോൻസാമ്മ നമ്മളെ പഠിപ്പിക്കും. ഇതാണ് പരിശുദ്ധ സഭ പറയുന്നത്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കർത്താവിൻ്റെ സന്നിധിയിലാവുന്നു, കർത്താവിനോട് ചേർന്നിരിക്കുന്നു. കർത്താവിനോട് കൂടെയുള്ള നമ്മുടെ നിത്യത എത്ര പ്രത്യാശകരമായ അനുഭവമാണ് സഹോദരങ്ങളെ. ക്രൈസ്തവ വീക്ഷണത്തിൽ മരണം എന്ന് പറയുന്നത് അത് ഭയപ്പെടാനുള്ള ഒന്നല്ല. പൗലോസ്ലീഹ സത്യമാണ് സഭയെ പഠിപ്പിച്ചത്. ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 21-ാം വചനത്തിൽ എന്താണ് പൗലോസ്ലീഹ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഹല്ലേലൂയ! എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ്. എൻ്റെ സഹോദരങ്ങളെ, ആർക്കാണ് മരണം നേട്ടമായി മാറുന്നത്? ആർക്കാണ് മരണം അനുഗ്രഹമായി തീരുന്നത്? എപ്രകാരമുള്ളവർക്കാണ് മരണം
സൗഭാഗ്യമായി തീരുന്നത് ഈ ലോകത്തിൽ ജീവിതം ക്രിസ്തുവായിട്ടുള്ളവർക്ക്. നിന്റെ ജീവിതം ക്രിസ്തുവിലാണോ? നീ കർത്താവിനോട് ചേർന്നാണോ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ വചനങ്ങളിലാണോ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അപ്രകാരമുള്ളവർക്ക് മരണം നേട്ടമാണ്, മരണം അനുഗ്രഹമാണ്, മരണം സൗഭാഗ്യമാണ്. ഹല്ലേലൂയ. വിശുദ്ധ അൽഫോൻസ നമ്മോട് പറയുന്ന കാര്യത, പരുന്ത് കോഴിക്കുഞ്ഞുങ്ങൾ റാഞ്ചിക്കൊണ്ടുപോകുന്നത് പോലെ എൻ്റെ കർത്താവ് അവിടുത്തെ സന്നിധിയിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അത്ര മനോഹരമായ ചിന്തയാണ് സഹോദരങ്ങളെ. കേരള സഭയിലെ മറ്റൊരു വിശുദ്ധ, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ കുടുംബങ്ങളുടെ വിശുദ്ധ മറിയം ത്രേസ്യ തൻ്റെ മരണസമയത്ത് തൻ്റെ കൂടെയുണ്ടായിരുന്ന കൊച്ചു സിസ്റ്റേഴ്സിനോട് അമ്മ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ദിവ്യ മണവാളൻ എന്നെ ക്ഷണിക്കുകയാണ്, നിത്യ വിരുന്നിനുള്ള ആ ക്ഷണം ഞാൻ സ്വീകരിക്കണമല്ലോ. ദൈവ തിരുമനസ് നിറവേറ്റേണ്ടതല്ലയോ? മരണവേളയിൽ ഈശോ മറിയം ഔസേപ്പേ, എൻ്റെ ആത്മാവിനെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് ഉച്ചരിച്ച് ശാന്തമായി വിശുദ്ധ മറിയം ത്രേസ്യ കണ്ണുകൾ അടച്ചു. മറിയം ത്രേസ്യ അമ്മ പറയാണ്, എൻ്റെ ദിവ്യ മണവാളൻ എൻ്റെ കർത്താവിനെ ക്ഷണിക്കുകയാണ്. കർത്താവിനോട് കൂടെ ആ നിത്യ വിരുന്നിലേക്കുള്ള ക്ഷണം, കർത്താവിനോട് കൂടെ നിത്യത മുഴുവൻ ചെലവഴിക്കുവാനുള്ള ക്ഷണം. ആ ക്ഷണമാണ് മരണം. അവരൊന്നും മരണത്തെ ഭയപ്പെട്ടില്ല, അവരാരും മരണത്തെ ഭയപ്പെട്ടില്ല. മരണം ലാഭമായി, നേട്ടമായി, വലിയ അനുഗ്രഹമായി കാണുകയെ. കാരണം അവരുടെ ജീവിതം ക്രിസ്തുവിലായിരുന്നു. അവർ കർത്താവിനോട് ചേർന്ന് ഐക്യപ്പെട്ട് ജീവിച്ചു. വീണ്ടും പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു, 1005 ഖണ്ഡികയിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തുവിനോട് കൂടി ഉയർക്കാൻ നാം ക്രിസ്തുവിനോട് കൂടി മരിക്കണം. നാം ശരീരത്തിൽ നിന്ന് അകലുകയും കർത്താവിനോട് അടുത്തിരിക്കുകയും വേണം. മരണമാകുന്ന ആ വേർപാടിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു. മൃതരുടെ ഉത്ഥാന ദിവസം അത് ശരീരവുമായി വീണ്ടും യോജിക്കപ്പെടും. ഈ ലോകത്തിൽ നമ്മുടെ മരണത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനം പറയുകയാണ്, നാം മരിച്ചെങ്കിൽ മാത്രമാണ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നത്. ഒരു ദിവസം നമ്മുടെ ശരീരം ഉത്ഥാനം ചെയ്യാനുള്ള ശരീരമാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ സഭയിലൂടെ ഈ മനോഹരമായ ചിന്തകൾ, പ്രബോധനങ്ങൾ കർത്താവ് നമുക്ക് തരുമ്പോൾ നമ്മുടെ ഹൃദയം ഇതിൽ അടിസ്ഥാനമിടണം. നമ്മുടെ കുടുംബങ്ങളിൽ മരണാസന്നരായ രോഗികൾ കിടപ്പുണ്ട്. ഈ വചനം എൻ്റെ പ്രിയപ്പെട്ടവർ കേൾക്കുമ്പോൾ അവരെ നമ്മൾ പ്രത്യാശ കൊണ്ട് ആ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നയിക്കണം. മരണഭയത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേര്, അകാരണമായ ടെൻഷൻ, ചെസ്റ്റിലൊരു വേദന വരുമ്പോഴേക്കും എൻ്റെ കർത്താവേ ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് ചിന്തിച്ച് മരണഭയം, അത് ആങ്സൈറ്റി അറ്റാക്ക് വന്ന് അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വയറ്റിലൊരു ചെറിയ വേദന വരുമ്പോഴേക്കും സ്റ്റൊമക് ക്യാൻസർ ആണോ, ആമാശയത്തിൽ ക്യാൻസർ ആണോ, വയറ്റിൽ ക്യാൻസർ ആണോ, അല്ലെങ്കിൽ ലങ്സിൽ ക്യാൻസർ ആണോ, എനിക്ക് ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെ അകാരണമായി ഭയപ്പെട്ട് മരണഭയത്തോടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ പരിശുദ്ധ വചനം നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ ആലോചനയാണ്. എന്നോടും നിങ്ങളോട് ഒരുപോലെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. മരണഭയത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മള്. മരണം ഒരു അവസാനമല്ല. മരണം അത് നിത്യതയുടെ കവാടം മാത്രമാണ്. അത് കർത്താവിനോട് എപ്പോഴും ആയിരിക്കുവാനുള്ളൊരു അനുഭവമാണ്. പൗലോസ് പറയാണ്, വീണ്ടും ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 1:23 ആ പ്രഖ്യാപനം കഴിഞ്ഞ് അടുത്ത വചനത്തിൽ എന്താ പൗലോസ് പറയുന്നത്? 1:23 പറയാണ്, ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു, എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ഹല്ലേലൂയ.
എൻ്റെ സഹോദരങ്ങളെ, നമ്മളിതൊക്കെ ഞാനിതൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ അനേകർ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും ഈ ലോകം വിട്ടു പോകാൻ നമുക്കാർക്കും മനസ്സില്ല. ഈ ലോകത്തിൽ ഈ ലോകവും വേണം, ഒപ്പം നമുക്ക് സ്വർഗവും വേണം. ഇതാണ് നമ്മുടെ ചിന്ത. ഈ ലോകം വിട്ടുപോകാൻ നമുക്ക് മനസ്സില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ എന്നേക്കുമായി വേർപെട്ടു പോകാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. ഈ ലോകത്തിന് നൈമിഷികമായ സുഖങ്ങളും ഇമ്പങ്ങളും നിറങ്ങളും വിട്ടുപേക്ഷിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്ര നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പൗലോസ് പറയാ, എൻ്റെ ആഗ്രഹം ഈ ലോകത്തിൽ ഇവിടെ മരിച്ച് എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് പോകാനാണ്. അതാണ് കൂടുതൽ ശ്രേഷ്ഠം. എന്തുകൊണ്ടാണ് പൗലോസിലേക്ക് ഇത് പറയാൻ പറ്റിയത്? കാരണം തൻ്റെ ജീവിതം ക്രിസ്തുവിലായിരുന്നു. കർത്താവിനോട് ചേർന്ന് പൗലോസ് ജീവിച്ചു. എനിക്ക് ജീവിതം ക്രിസ്തുവാണ്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ യേശുവാണ് ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ആമേൻ. വിശ്വസിച്ച് ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകം വിട്ടുപേക്ഷിക്കാതെ നമുക്ക് നിത്യമായി സ്വർഗത്തെ സ്വന്തമാക്കാൻ പറ്റുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. മണ്ണിൽ ജീവിതമെന്ന ലാഭം മാറടി മാത്രം, പ്രാണൻ ക്രിസ്തുവിലായ മൺകൂടൊഴിയുന്നതു ലാഭം. അർത്ഥവത്തോടെ പാടി. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. ലാഭം ആറടി മാത്രം, അത്രയുള്ള നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ഇപ്രകാരം വ്യഗ്രതപ്പെടുന്നത്, അസ്വസ്ഥപ്പെടുന്നത്, ആകുലപ്പെടുന്നത്. കാലുവെന്ത നായെ പോലെ ഈ ലോകത്തിന്റെ ഭോഗേച്ഛകൾ അനുഭവിക്കുവാൻ നമ്മൾ പരക്കം പായുന്നത്. സഹോദര സഹോദരി, നീ മനസ്സിലാക്കണം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം, പ്രാണൻ ക്രിസ്തുവിൽ. നിന്റെ ജീവിതം ക്രിസ്തുവിലാണെങ്കിൽ, ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ നിന്റെ ജീവിതം കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ, മൺകൂടൊഴിയുന്നതു ലാഭം. ഈ ലോകത്തിൽ നിന്റെ ശാരീരികമായ മരണം നിനക്ക് ലാഭമാണ്, നിനക്ക് നേട്ടമാണ്, അനുഗ്രഹമാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുക. അതാ പൗലോസ് പറഞ്ഞത്, എനിക്ക് മരണം നേട്ടമാണ്. എപ്പോഴാ മരണം നേട്ടമാകുന്നത്? നിന്റെ ജീവിതം ക്രിസ്തുവിലാകുമ്പോൾ. നാം അവനെ സ്വീകരിച്ചിരിക്കുന്നത് അവനിൽ ജീവിക്കുവാനാണ്, അവനോട് ചേർന്നിരിക്കാനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ സൗന്ദര്യം വർദ്ധിക്കുന്നത് നമ്മൾ എന്തുമാത്രം കർത്താവിനോട് ചേർന്നിരിക്കുന്നവോ അതിനനുസരിച്ചാണ് നമ്മുടെ സ്പിരിച്വൽ ബ്യൂട്ടി, നമ്മൾ ആത്മീയ സൗന്ദര്യമുള്ളവരാകുന്നത്. അത് മനസ്സിലാക്കി ജീവിച്ചവരാണ് കർത്താവിന്റെ വിശുദ്ധര്, വിശുദ്ധാത്മാക്കള്. എന്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ തിരിച്ചറിവുണ്ടാകണം. സഭാപ്രസംഗന്റെ പുസ്തകം പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ വചനങ്ങൾ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഹോളി ഫിയർ, ഒരു വിശുദ്ധ ഭയം വന്നു. എന്തുമാത്രം ജാഗ്രതയോടെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും എന്തുമാത്രം സൂക്ഷ്മതയോടെ നമ്മൾ ജീവിച്ചു തീർക്കണം. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നമ്മൾ നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മുടെ ആയുസ്സിന്റെ ആ നീളം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ഇത് ചിന്തിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? 12-ാം അധ്യായം 5-ാം വചനത്തിൽ സഭാപ്രസംഗൻ എന്താ നമ്മോട് പറയുന്നത്? മനുഷ്യൻ തന്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീതികളിലൂടെ നീങ്ങുകയും ചെയ്യും. നമ്മളെല്ലാം നമ്മുടെ നിത്യമായ ഭവനത്തിലേക്ക് പോകും. നിങ്ങളിത് ഭാവന കണ്ടു നോക്കി. നമ്മുടെ ശവമഞ്ചം പിടിച്ചു പോകുന്നവരെ, ചിലര് കരയുന്നു, ചിലര് കണ്ണീര് തുടയ്ക്കുന്നു, ചിലരുടെ ഉള്ളിൽ ഭയങ്കരമായ ദുഃഖമുണ്ട്, മാനസിക വേദനയുണ്ട്. തങ്ങൾ ഒരുപാട് സ്നേഹിച്ചവളാണ് ഈ ശവമഞ്ചത്തിൽ പോകുന്നത്. അവർ വിലപിക്കുന്നു, നെടുവീർപ്പിടുന്നു, കണ്ണീരൊഴുക്കുന്നു. എന്നാൽ ആ മരണപ്പെട്ടുപോയ ആത്മാവ്
നിത്യഭവനത്തിലേക്ക് പോകുന്നു, നിത്യഭവനത്തിലേക്ക് പോകുന്നു. എന്റെ സഹോദരൻ, അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധ സഭയുടെ വിശ്വാസ സത്യമാണ് മരണം. അതിനുശേഷം വിധി, തനതു വിധി. ആ സെക്കൻഡിൽ നമ്മൾ തനതു വിധിയിലൂടെ കടന്നു പോവുകയാണ്. മനോഹരമായ പാട്ട് നമുക്കറിയാം, ഇല്ലേ? കർത്താവ് ചോദിക്കും, എന്താണ് ആ വരികളിൽ നമ്മൾ കാണുന്നത്? സ്വർഗരാജ്യത്തു ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. കർത്താവ് ചോദിക്കും. ആ ന്യായാസനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കും. സന്തോഷത്തോടെ, അഭിമാനത്തോടെ നമുക്ക് മറുപടി പറയാൻ പറ്റണമെങ്കിൽ, പാട്ടുകാരൻ പറയുക, നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ജീവിതമാകണം, ക്രിസ്തുവിലുള്ള ജീവിതം. ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ കാരണം നമ്മുടെ പ്രത്യാശ മുഴുവൻ കർത്താവിലായിരുന്നു. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ നമ്മുടെ ആനന്ദം കർത്താവിന്റെ സത്യവചനമായിരുന്നു. നമ്മുടെ ഹൃദയം കർത്താവിലായിരുന്നു ഉറപ്പിക്കപ്പെട്ടത്. അപ്രകാരമുള്ളവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ. ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ കർത്താവേ ആമേൻ. വിശ്വസിച്ചൊരു 3 പ്രാവശ്യം ആമേൻ പറഞ്ഞേ. തിരുസഭയിലെ വലിയൊരു വിശുദ്ധൻ, യുവജനങ്ങൾക്കും ടീനേജേഴ്സിനും ഏറ്റവും പ്രിയപ്പെട്ട, എല്ലാവർക്കും മാതൃകയായിട്ടുള്ള വിശുദ്ധ കാർലോ ഒരു 15 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. ആ കാലഘട്ടത്തിലെ മോഡേൺ മീഡിയ വെച്ച് അദ്ദേഹം ഇവാഞ്ചലൈസേഷൻ നടത്തി. കുഞ്ഞുനാളിൽ തന്നെ അസ്വർഗ ദർശനം, രക്താർബുദം ബാധിച്ച് ക്യാൻസർ പിടിപെട്ട് തൻ മരണക്കിടയിൽ കിടക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട അമ്മ തന്നെ പരിചരിക്കുന്നു. വിശുദ്ധ കാർലോ പ്രത്യാശയോടെ, നിറപുഞ്ചിരിയോടെ തൻ്റെ അമ്മയെ നോക്കി കാർലോ ഇപ്രകാരം പറഞ്ഞു, അമ്മേ, ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവനോടെ ലോകത്തിലേക്ക് പോകാൻ കഴിയുകയില്ല എന്നെനിക്കറിയാം. ഞാൻ ദൈവത്തിലേക്ക് പോകുന്നു. ഞാൻ സന്തോഷവാനായി മരിക്കുന്നു. കാരണം ദൈവത്തിനെ ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ദൈവമേ, ഞാനിത് വായിച്ചെൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. 15 വയസ്സുള്ള കൗമാരപ്രായക്കാരൻ്റെ ദർശനം. ഞാൻ സന്തോഷത്തോടെ എൻ്റെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. ഞാൻ കർത്താവിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇനി എനിക്ക് ഈ ലോകത്തിൽ ഒരു തിരിച്ചുവരവില്ല. ഞാൻ സന്തോഷത്തോടെ പോവുകയാണ്. തുടർന്ന് വിശുദ്ധ കാർലോ പറഞ്ഞു, കർത്താവിനെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബോധപൂർവം ഞാൻ കർത്താവിനെ ചതിച്ചിട്ടില്ല. ഞാൻ കർത്താവിനെ ദ്രോഹിച്ചിട്ടില്ല. തൻ്റെ മരണക്കിടക്കയിൽ കിടന്ന് ആ 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൗമാര പ്രായക്കാരൻ ഇത് പറയാൻ പറ്റണമെങ്കിൽ അവന്റെ ജീവിതം ക്രിസ്തുവിലായിരുന്നു. ഓ ജീസസ്, അവൻ കർത്താവിനോട് ചേർന്ന് ജീവിച്ചു. അവർക്കാണ് മരണം അനന്തമാക്കുന്നത്, സൗഭാഗ്യമായി മാറുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക,
കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഓരോ ജീവിതത്തിനും തൻ്റെ മരണം മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് അവരത് ബോധ്യപ്പെടുത്തും. മരണനാഴിക വരുമ്പോൾ ഈ ലോകം വിട്ട് തങ്ങൾക്ക് പോകേണ്ട സമയമായെന്ന് കർത്താവ് തന്നെ അവരെ ബോധ്യപ്പെടുത്തും. എത്ര വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ ഇത് കാണാൻ പറ്റും. വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ മാത്രമല്ല, കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൽ നമുക്കിത് കാണാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മുടെ പൗലോസ്ലീഹ. വിശുദ്ധ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 6-ാം വചനത്തിൽ പൗലോസ് പറയാണ്, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു, എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. പൗലോസിനിക്ക് മനസ്സിലായി, ഈ ലോകത്തിൽ തനിക്ക് ഇനി അധികം സമയമില്ല. താനൊരു ബലിയായി കർത്താവിനായി അർപ്പിക്കപ്പെടേണ്ട സമയം വന്നെത്തിയിരിക്കുന്നു. പൗലോസ്ലീഹ പറഞ്ഞു, എൻ്റെ വേർപാടിൻ്റെ സമയം വന്നെത്തി, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകാൻ പോവുകയാണ്. തൻ്റെ മരണം നാഴിക പൗലോസ് ജ്ഞാനത്തിൽ തിരിച്ചറിഞ്ഞു. കാരണം തൻ്റെ ജീവിതം ക്രിസ്തുവിലായിരുന്നു. സഹോദര സഹോദരി, നിന്റെ ജീവിതം കർത്താവിനോട് ചേർന്നുള്ള ജീവിതമാണോ? അത് ലോകം കണ്ട്, ലോകത്തിന് നിറങ്ങളും വർണ്ണങ്ങളും കണ്ട് ഈ ലോകത്തിന്റെ പുറകെ പോകുന്നൊരു വ്യക്തിയാണോ? ഇത് വെറും നൈമിഷികമാണ്, ഇത് നശ്വരമാണ്. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കണം. തുറന്നുള്ള ദിനങ്ങളിൽ നമ്മൾ അതാണ് ധ്യാനിക്കാൻ പോകുന്നത്. പൗലോസ് പറയാണ്, എൻ്റെ മരണനാഴിക അടുത്തു, ഞാൻ ഈ ലോകത്തിന് പോകേണ്ട സമയമായി. കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 8-ാം വചനത്തിൽ ഈ സത്യമാണ് പൗലോസ് സഭയോട് പറയുന്നത്. 2 Corinthians chapter 5 verse 8. ഇവിടെ സെന്റ് പോൾ പറയുകയാണ്, ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാൻ കർത്താവിനോട് അടുത്തിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കണ്ടോ, ഈ ശരീരമാകുന്ന ഈ മൺകൂടാരം വിട്ട് കർത്താവിനോട് കൂടെ എന്നേക്കുമായിരിക്കാൻ, കർത്താവിനോട് അടുത്തിരിക്കാൻ, കർത്താവിനോട് കൂടെ നിത്യത ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മരണനാഴിക ഇതാ വന്നെത്തിയിരിക്കുന്നു. പൗലോസിലേക്ക് അത് മനസ്സിലായി. മരണത്തെ ഭയപ്പെടേണ്ട. മരണഭയത്തിൽ ജീവിക്കുന്ന സഹോദര സഹോദരി നമ്മുടെ കുടുംബങ്ങളിൽ പലരുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. രോഗികളായി കിടക്കുന്നവര്, ക്യാൻസർ രോഗികൾ, ചില മാറാരോഗികള്, വിട്ടുമാറാത്ത വ്യാധികളിൽ വേദനിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ വിഷമിക്കരുത്, ആകുലപ്പെടരുത്. നന്നായി ഒരുങ്ങുക, അനുതപിക്കുക, കർത്താവിനോട് ചേർന്നിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ നിന്നെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോകുന്നു. കർത്താവ് നിന്റെ അരികിലേക്ക് വരും. വിശുദ്ധ അൽഫോൻസ മാതല പറഞ്ഞത്, പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ എൻ്റെ അരികിലേക്ക് കർത്താവ് വന്ന് എൻ്റെ ആത്മാവിനെ കർത്താവ് കൊണ്ടുപോകും. എൻ്റെ ആത്മാവിനെ കർത്താവ് കൊണ്ടുപോകും. എത്ര ശക്തമായ വചനം! വിശുദ്ധ റീത്ത സമർപ്പിതർക്കും കുടുംബസ്ഥർക്കും ഒരുപോലെ സഹായം തേടാൻ പറ്റുന്നൊരു വലിയ വിശുദ്ധയാണ് സഭയിൽ സെന്റ് റീത്ത. വിശുദ്ധ റീത്ത എന്താണ് പറയുന്നത്? തൻ്റെ മരണനേരത്ത് റീത്ത പറഞ്ഞു, സഹോദരിമാരോട് പറഞ്ഞു, സഹോദരിമാരെ, എനിക്ക് മരിക്കാൻ ഭയമില്ല. എന്താണ് മരണമെന്ന് എനിക്കറിയാം. ലോകത്തിനു നേരെ കണ്ണടയ്ക്കുകയും ദൈവത്തിനു നേരെ കണ്ണു തുറക്കുകയും ചെയ്യുന്നതാണ് മരണം. ലോകത്തിന് നേരെ കണ്ണടയ്ക്കുക, കർത്താവിന് നേരെ കണ്ണു തുറക്കുന്നതാണ് മരണം. വിശുദ്ധ റീത്തയോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. എത്ര ജ്ഞാന വചസ്സുകളാണിത്. അവരുടെ ജീവിതം കർത്താവിലായിരുന്നു. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിന് ആനന്ദം അവരനുഭവിച്ചു. പൗലോസ് പറഞ്ഞു, പൗലോസിന് മനസ്സിലായി. പൗലോസിലേക്ക് മാത്രമല്ല, നമ്മുടെ പത്രോസ്ലീഹ തന്റെ മരണനാഴിക മുന്നമേ അറിഞ്ഞു. 2 പത്രോസ് 1:14. എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള
എന്റെ വേർപാടിന്റെ സമയം എന്റെ വേർപാടിന്റെ സമയം അടുത്തിരിക്കുന്നു. അവിടെ പറയാണ് എന്റെ വേർപാടിനുള്ള സമയം. കൂടാരത്തിൽ, ഈ മൺകൂടാരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയം അടുത്തിരിക്കുന്നു. എൻ്റെ വേർപാടിന്റെ സമയം അടുത്തിരിക്കുന്നു. ശരീരമാകുന്ന ഈ മൺകൂടാരം വിട്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് പോകാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. ആമേൻ. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹായുടെ തൻ്റെ മരണനാഴിക അദ്ദേഹം ആത്മാവിൽ തിരിച്ചറിഞ്ഞു. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. പഴയ നിയമത്തിൽ എത്ര ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ജോഷുവയുടെ പ്രവചന പുസ്തകം 23-ാം അധ്യായം 14-ാമത്തെ വചനം. ജോഷുവ 23:14 അവിടെ പറയാ, ജോഷുവ പ്രവാചകൻ പറയും, ഇതാ സകല മർത്യരും പോകേണ്ട വഴിയെ എനിക്കും പോകാറായിരിക്കുന്നു. എല്ലാ മനുഷ്യരും പോകേണ്ട വഴിയിലൂടെ എനിക്ക് പോകാറായിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, അവരെല്ലാം തങ്ങളുടെ മരണനാഴികയെ മുൻകൂട്ടി ദൈവിക ജ്ഞാനത്താൽ മനസ്സിലാക്കി. സങ്കീർത്തകൻ അതാ പ്രാർത്ഥിച്ചത്, എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. എൻ്റെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, 146-ാം സങ്കീർത്തനം മനസ്സിരുത്തി നിങ്ങൾ ആ വചനം വായിക്കണം. 4-ാം വചനത്തിലോട്ട് വരിക. 146-ാം സങ്കീർത്തനം 4-ാം വചനത്തിലേക്ക്. അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു. ഇത് മനസ്സിലാക്കി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു. അവൻ്റെ സകല പദ്ധതികളും മണ്ണടിയുന്നു. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഇത് വെറും ധൂളിയാണ്, ഇത് മണ്ണാണ്. ശരീരം മണ്ണിലേക്ക് മടങ്ങും, എന്നാൽ ആത്മാവ് അതിൻ്റെ ദാതാവായ കർത്താവിലേക്ക് പോകുന്നു. മണ്ണായ ശരീരം മണ്ണിലേക്ക് പോകുന്നു. അന്ന് അവൻ്റെ എല്ലാ പദ്ധതികളും, നമ്മൾ എന്തുമാത്രമാണ് ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. വർഷങ്ങൾ അതൊക്കെ വേണം, നമുക്ക് എല്ലാം വേണം. ഒന്നും വേണ്ടെന്നല്ല പറയുന്നത്, അതെല്ലാം കർത്താവിനോട് ചേർന്ന് ചെയ്യണം. പല കാര്യങ്ങൾ, വർഷങ്ങൾ, നീണ്ട വർഷം മക്കളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, വീടിനെ കുറിച്ചുള്ള പ്ലാനിങ്, നമ്മുടെ ജീവിതം, ഭാവി, ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച്, മറ്റ് ജോലി കാര്യങ്ങളെക്കുറിച്ച്, ഈ ലോകത്തിൽ എങ്ങനെ ദീർഘകാലം ജീവിക്കാം, അതിനു വേണ്ട മെഡിസിൻസ്, അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ, നമ്മുടെ ആയുസ് കൂട്ടാൻ, ദീർഘായുസ് ഉണ്ടാകാൻ ഇന്ന് എന്തൊക്കെയാണ് മോഡേൺ ടെക്നോളജികൾ, മോഡേൺ മെഡിസിൻസ് ഉപയോഗിച്ച് അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒത്തിരി മനുഷ്യർ ഈ കാലഘട്ടത്തിലുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, ഇതൊക്കെ ശരിയാണ്. കർത്താവ് നമ്മളെ വിളിച്ചാൽ, നമ്മൾ പാടുന്നില്ലേ, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികെ. നമ്മളങ്ങ് പേടിക്കുക. അവിടെ പാട്ടിൽ പറയുന്നുണ്ട്, പേടിച്ചു വിറച്ചു. പക്ഷേ അതിന്റെ അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, ചെല്ലും സമയം തന്നില്ല, മൃതിയുടെ പ്രതിയിൽ അമർന്നു ഞാൻ. നാഥാ നീ താൻ അവലംബം. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, തെല്ലും സമയം തന്നില്ല. ഒരു സെക്കൻഡ് പോലും നമുക്ക് നീട്ടാൻ പറ്റില്ല. ലോകത്തിൽ എത്ര ഉന്നതനാണെങ്കിലും, പ്രശസ്തനാണെങ്കിലും, സമ്പന്നനാണെങ്കിലും, പാണ്ഡിത്യമുള്ളവനാണെങ്കിലും, എന്തുമാത്രം ടെക്നോളജികൾ കൈവശമുള്ളവനാണെങ്കിലും ഉള്ളവളാണെങ്കിലും, ഒരു സെക്കൻഡ് നിന്റെ ആയുസ് നീട്ടാൻ പറ്റില്ല. കർത്താവ് അപ്പോയിന്റ് ചെയ്ത സമയത്തിൽ ഈ ലോകം വിട്ട് നമ്മളെല്ലാം പോകണം. മരണത്തെ ഇല്ലാതാക്കാൻ, മരണത്തെ തടയാനുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ ഇന്ന് നടത്തുന്നുണ്ട്, ഗവേഷണങ്ങൾ, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അവൻ മണ്ണിലേക്ക് പോകുന്നു. അവന്റെ സകല പദ്ധതികളും അതോടുകൂടി അവസാനിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം,
ചില വ്യക്തികൾ രാത്രിയിൽ കിടക്കുന്നതിനേക്കാൾ മുൻപ് മീറ്റിങ്ങുകൾ നടത്തി പല കാര്യങ്ങൾ തീരുമാനിച്ചു. ഒരുപാട് പദ്ധതികൾ, ആസൂത്രണങ്ങൾ നടത്തി. തങ്ങളുടെ വീടിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ലോക കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പ്ലാനിങ്ങൊക്കെ നമുക്ക് വേണം. പക്ഷേ അതെല്ലാം കർത്താവിനോട് ചേർന്ന് ചെയ്താൽ ഒത്തിരി അനുഗ്രഹമാണ്. നമ്മുടെ സ്വന്തം ബുദ്ധിപ്രകാരവും നമ്മുടെ കഴിവ് പ്രകാരവും ഒക്കെ നമ്മൾ പലതും പ്ലാൻ ചെയ്യുമ്പോൾ അത് നടക്കോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് രാത്രി കിടന്ന പലരും രാവിലെ എഴുന്നേൽക്കുന്നില്ല. സൈലന്റ് അറ്റാക്ക് വന്ന്, സ്ട്രോക്ക് വന്ന് പലരും മരണപ്പെട്ടു പോകുന്നു. സങ്കീർത്തന വചനം ഇതാ നമ്മെ പഠിപ്പിക്കുന്നത്. അവന്റെ എല്ലാ പദ്ധതികളും പ്ലാനിങ്ങും മണ്ണടിഞ്ഞു പോകുന്നു. അവന്റെ മരണത്തോടുകൂടി അതെല്ലാം തകർന്നു പോയി. മനുഷ്യ, നമ്മുടെ ജീവിതത്തിന്റെ നശ്വരത മനസ്സിലാക്കണം. എന്റെ സഹോദര സഹോദരി, നിന്നോടുമുള്ള കർത്താവിന്റെ ആലോചനയാണ് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്നത്. സഭാപ്രസംഗന്റെ പുസ്തകം 12:7 ദൈവത്തിന്റെ വചനം പറയുന്നു, ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തന്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നത്. ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വേർപെട്ട് അതിന്റെ ദാതാവായ കർത്താവിങ്കിലേക്ക് ആത്മാവ് പോകുകയാണ്. ഈ യാത്ര നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ഒറ്റയ്ക്കാണ് സഹോദരങ്ങളെ. അവിടെ നമ്മുടെ സഹായത്തിന് ഈ ലോകത്തിൽ നമ്മൾ ചെയ്ത കാരുണ്യ, കർത്താവിനെ പ്രതി ചെയ്ത പുണ്യപ്രവർത്തികൾ, നമ്മുടെ ജീവിതം എന്തുമാത്രം കർത്താവിന് പ്രയോജനപ്പെട്ടു, എന്തുമാത്രം എൻ്റെ ജീവിതം കർത്താവിനായി പ്രയോജനപ്പെട്ടു, ഞാൻ എന്തുമാത്രം ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നിത്യ ജീവിതത്തിനായി അധ്വാനിച്ചു. ഈ അധ്വാനത്തിന് ഫലങ്ങൾ മാത്രമായിരിക്കും ആ യാത്രയിൽ നിന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ. ഒരു മുട്ടു സൂചി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല സഹോദരൻ, ഒരു മുട്ടു സൂചി കൊണ്ടുപോകാൻ പറ്റില്ല. എത്ര ഉന്നതരായ കോടീശ്വരന്മാരായ ചില വ്യക്തികളുടെ ശവസംസ്കാരം നമ്മൾ കണ്ടിട്ടില്ലേ? ആ ശവമഞ്ചത്തിൽ കിടക്കുമ്പോൾ ആ വസ്ത്രങ്ങൾ മാത്രം, അവർ ഓടിച്ച വിലപിടിപ്പുള്ള കോടികളുടെ കാറോ, അവർ ഉപയോഗിച്ച വളരെ ലക്ഷക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകളോ, അവരുടെ ലാപ്ടോപ്പുകളോ, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള അവരുടെ സാധ്യതകളോ, സൗകര്യങ്ങളോ, സുഖങ്ങളോ, ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ വചനം പറയാ, ധൂളി അത് മണ്ണിലേക്ക് മടങ്ങുന്നു, ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം നമുക്ക് തരുന്ന സന്ദേശം എന്താ? ഈ ലോകത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുക, കർത്താവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുക, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക, എന്തിനും എപ്പോഴും കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിക്കുക, അവന്റെ പരിശുദ്ധ രക്തശരീരങ്ങൾ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി അനുഭവിക്കുക, പരിശുദ്ധാത്മാവിൽ ആത്മാവിലുള്ള ജീവിതമായി നമ്മുടെ ജീവിതത്തെ മാറ്റുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം ഈ ഒരു ജ്ഞാന വെളിച്ചം ലഭിക്കാൻ കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കുക. മക്കാബാരുടെ 2-ാം പുസ്തകം, ഞാൻ ഈ ദിവസങ്ങളിൽ പല പ്രാവശ്യം വചനങ്ങൾ വായിച്ചു പോയിട്ടുള്ളതാണ്, പലപ്പോഴും അത് പ്രഘോഷിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാൻ ആ വചനം വായിച്ചപ്പോൾ ആ അമ്മയും 7 മക്കളും, അതിൽ 7-ാമൻ്റെ മരണം, തൻ്റെ 7 മക്കളും കർത്താവിനെ പ്രതി രക്തസാക്ഷിത്വം വരിക്കുന്നത് വിശ്വാസ വീര്യത്തോടെ അമ്മ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഓരോ മകനും മരിക്കുമ്പോൾ അമ്മ മറ്റു മക്കളെ ബലപ്പെടുത്ത വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ്, കൃപയുടെ വചനങ്ങൾ പറഞ്ഞ് ആ മക്കളെ ബലപ്പെടുത്തുകയാണ് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ. അങ്ങനെ 7-ാമൻ മരിക്കുന്നൊരു ഭാഗമുണ്ട്. 2 മക്കാബായ പുസ്തകം 7-ാം അധ്യായത്തിൽ നമുക്ക് ആ വചനം കാണാൻ പറ്റും. 7-ാം അധ്യായം 40-ാമത്തെ വചനം. അവൻ തൻ്റെ പ്രത്യാശ മുഴുവൻ
കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു. ഒരു ഉച്ചത്തിൽ അവന് സ്വരമുയർത്തിയത് വായിച്ചേ. അവൻ തന്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു. ഹല്ലേലൂയ. എത്ര കൃപയുള്ള മരണം, എത്ര കൃപയുള്ള മരണം! കർത്താവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. തന്റെ മുഴുവൻ പ്രത്യാശ കർത്താവിൽ അർപ്പിക്കുകയാണ്. കാരണം സ്വർഗം അവർക്ക് അത്രയും ക്ലോസ് ആയിരുന്നു. കർത്താവ് അത്രയും വലിയ റിയാലിറ്റിയാണ്. നിനക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഈശോ വലിയ യാഥാർത്ഥ്യമാണ്. അവൻ നിന്റെ അരികിലുണ്ട്. അവനാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. നിന്റെ കരം അവനാ പിടിച്ചിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് വലിയ സത്യമാണ് സഹോദരങ്ങളെ, സത്യമാണ്. തന്റെ മുഴുവൻ പ്രത്യാശ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തിന്റെ ഒരു മാലിന്യവും ഏൽക്കാതെ അവൻ മരിക്കുകയാണ്. തന്റെ മരണം കർത്താവിൽ, അവൻ കർത്താവിനോടുകൂടെ മരിച്ചു. കർത്താവിന്റെ മരണത്തിൽ അവൻ പങ്കാളിയാണ്. കർത്താവിന്റെ മരണത്തിൽ എന്നാ ഒരു ഭാഗ്യപ്പെട്ട മരണം! ഇതല്ലേ ക്രൈസ്തവരായ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ മരണം ഇതുപോലെയാകണം. കള്ളുകുടിച്ച്, വ്യഭിചാരം ചെയ്ത്, ലോകത്തിന് സുഖഭോഗങ്ങൾ, മ്ലേച്ഛതകൾ അനുഭവിച്ച്, അതിലൂടെ കൊടിയ പാപങ്ങൾ വന്ന് ജീവിതം നശിച്ച്, അങ്ങനത്തെ ഒരു മരണമാണോ നമുക്ക്? ചീത്ത വിളിച്ച്, തെറി പറഞ്ഞ്, ശാപവാക്കൾ പറഞ്ഞ്, ഇങ്ങനെ നരകിച്ച് ഭയപ്പെട്ട് അലറി വിളിച്ചൊക്കെ മരിക്കുന്ന ചില മരണങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ജീവിതം ക്രിസ്തുവിലായിരുന്നോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്ക് ആരെയും വിധിക്കാനുള്ള അവകാശമില്ല സഹോദരങ്ങളെ. ഒരു കാര്യം നാം തിരിച്ചറിയണം, കർത്താവിനോട് ചേർന്ന് ജീവിച്ച ജീവിതങ്ങളുടെ മരണങ്ങൾ, അവിടെ ഒരു പ്രത്യാശയുണ്ട്, സമാധാനമുണ്ട്, ആനന്ദമുണ്ട്. നിറപ്പുഞ്ചിരിയോടെ കർത്താവിൻ്റെ അരികിലേക്ക് യാത്ര ചെയ്യും. ചീത്തവേടി, തെറിവളി, ശാപവാക്ക് പറഞ്ഞ് അസ്വസ്ഥപ്പെടുത്തുന്ന അങ്ങനെയുള്ളതൊന്നും അങ്ങനെയുള്ള ആത്മാക്കളിൽ നിന്ന് വരികയില്ല. നമ്മൾ മനസ്സിലാക്കണം. ശാന്തതയോടെ മരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, 2 മക്കാബായപ്പോൾ 6 എലയസർ എന്ന് പറയുന്ന മറ്റൊരു വിശുദ്ധാത്മാവിനെ കാണാം. 30-31 വചനങ്ങൾ, 6-ാം അധ്യായം 30-31 വചനങ്ങൾ. മർദ്ദനമേറ്റ് മരിക്കാറായപ്പോൾ അവൻ ഞെരങ്ങി, അതുപോലെ മർദ്ദിക്കപ്പെട്ടു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കടമായ ശരീരവേദനയുണ്ടെങ്കിലും എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്താ ഇവ സഹിക്കുന്നതിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു. 31-ാം വചനം എന്താ പറയുന്നത്? ഇങ്ങനെ അവൻ മരിച്ചു. യുവാക്കൾക്ക് മാത്രമല്ല, തൻ്റെ ജനത്തിന് മുഴുവനും തൻ്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മരണം ഈ ലോകത്തിനൊരു വലിയ മാതൃകയാകണം. നമ്മൾ ഈ ലോകം വിട്ട് കർത്താവിൻ്റെ അരികിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മരണം അനേകർക്ക് മാനസാന്തരത്തിന് കാരണമാകണം, അനേകർക്ക് അനുതാപത്തിന് കാരണമാകണം, അനേകർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, ഇതുപോലത്തെ ഒരു ജീവിതം എൻ്റെ ജീവിതമാകുവാൻ കൊതിക്കുന്ന വിധത്തിൽ അനേകർക്കൊരു മാതൃകയായി, ശ്രേഷ്ഠതയായി നമ്മുടെ ജീവിതവും മരണവും മാറണം. എലൈസർ തൻ്റെ മരണത്തിലൂടെ അത് തെളിയിച്ചുവെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ, എന്താണ് നമ്മോട് പരിശുദ്ധ വചനത്തിന് പറയാനുള്ളത്? മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 37-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇത് കർത്താവിൻ്റെ സത്യവചനമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. കാരണം ഈ ലോകത്തിൽ നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല.
എപ്പോഴും ജാഗ്രതയുള്ളവരാകാൻ, സൂക്ഷ്മതയുള്ളവരാകാൻ കർത്താവ് പറയാൻ, ജാഗ്രതയുള്ളവരായിരിക്കുക. വീണ്ടും 13:35 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ, എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നമുക്കത് അറിയാത്തത് കൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരാകാൻ, എപ്പോഴും ഒരുക്കത്തോടെ, ആത്മീയ ഒരുക്കത്തോടെ നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിനോട് ചേർന്ന് ക്രിസ്തുവിലായ ജീവിതമായി നാം മാറുവാൻ നമ്മൾ ആഗ്രഹിക്കുക. സഹോദരങ്ങളെ, മരണത്തെ ഭയപ്പെടേണ്ട. മരണം കർത്താവിലേക്കുള്ള യാത്രയാണ്. അത് നിത്യതയുടെ കവാടം. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല, ആരംഭിക്കുകയാണ്. നമ്മുടെ നിത്യമായ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുകയാണ്. മരണത്തെ നമ്മൾ ഭയപ്പെടേണ്ട. നമ്മൾ ഭയപ്പെടേണ്ടത്, ഇനി നമുക്കൊരു ജീവിതമില്ല, ഇനി നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ആരംഭമില്ല. അതിനോടത്ത് നമ്മൾ ഭയപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി കർത്താവ് അനുവദിക്കുന്ന ജീവിതം മുഴുവൻ കർത്താവിനോട് ചേർന്ന്, അവൻ്റെ ആത്മാവിൽ നിറഞ്ഞ്, അവൻ്റെ വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച് കൃപയോടെ ജീവിക്കാൻ. അങ്ങനെ നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ മരണവും ഈ ലോകത്തിന് ഒരു അനുഗ്രഹമായി, മാതൃകയായി, ശ്രേഷ്ഠമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മരണഭയത്തിൻ്റെ എല്ലാ പൈശാചിക പീഡകളും നിങ്ങൾ വിട്ടൊഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഭയചിന്തകൾ, അസ്വസ്ഥകളെല്ലാം വിട്ടുകൊഴിഞ്ഞ് പ്രത്യാശയുടെ, ആനന്ദത്തിന്റെ, അതിലേറെ ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 116 സങ്കീർത്തനം 15 വചനത്തിൽ വചനം പറയുന്നു. സങ്കീർത്തന വചനം, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. വീണ്ടും 1 തെസ്സലോനിയർ 4:13 പരിശുദ്ധ വചനം പറയുന്നു, പ്രത്യാശയില്ലാത്തവരെ പോലെ മരിച്ചവരെ ഓർത്ത് നിങ്ങൾ അസ്വസ്ഥരാകരുത്, വേദനിക്കരുത്, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരാകരുത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളി, നമ്മൾ ജീവനത്തുല്യം സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ്, ചില കുടുംബങ്ങളിൽ ചില അമ്മമാര്, ചില സഹോദരിമാർ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ആരുമില്ലാത്ത അവസ്ഥ, ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. ഇതുമൂലം വേദനിക്കുന്ന ഒരുപാട് അമ്മമാര്, ചില കുടുംബങ്ങളിൽ അപ്പന്മാര്, ഭാര്യ നഷ്ടപ്പെട്ടു പോയി, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാരെ, ഒരുപാട് സ്നേഹിച്ചവരെ നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ സുഹൃത്തുക്കളാകാം. അവരുടെ വേർപാട് മൂലം ഇപ്പോഴും വേദനിച്ച്, പ്രയാസപ്പെട്ട്, മാനസികമായി വിഷമിച്ച്, ആ വേർപാടിന് ദുഃഖം മറക്കാൻ കഴിയാതെ ഏകാന്തത, അനാഥത്വം അനുഭവിച്ച്, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, പ്രത്യാശയില്ലാത്തവരെ പോലെ മരിച്ചവരെ ഓർത്ത് നമ്മൾ ദുഃഖിക്കരുത്, വിഷാദിക്കരുത്, നിരാശപ്പെടരുത്. അവർ കർത്താവിനോട് ചേർന്നിരിക്കാൻ, കർത്താവിനോട് കൂടെയായിരിക്കാൻ നമ്മൾ ആനന്ദത്തോടെ പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം ചെന്ന് ചേരേണ്ട സ്ഥലമാണ്. ഒരു ദിവസം നമ്മൾ കാണും. ഈ സത്യം മനസ്സിലാക്കണം. മരണം ഒരു അവസാനമല്ല എന്ന് മനസ്സിലാക്കി പ്രത്യാശയോടെ, കൃപയോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.